Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയിലൂടെ ഡോക്ടർ അരുൺ കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് കുറച്ച് അകലെയായിരുന്നെങ്കിൽ MV നികേഷ് കുമാറിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം ഇതാ കുറച്ചുകൂടി അടുത്തേക്ക് എത്തിയിരിക്കുന്നു. സന്തോഷമായോ? സന്തോഷമായി. ഇരിപ്പിനൊരു ജീവനില്ല, കുറച്ചുകൂടി ഒന്ന് ഉഷാറാവണം. അപ്പൊ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നത് അടുത്തിരുന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് തൊടാൻ പറ്റില്ല. തൊടണ്ട. മാത്രമല്ല സ്മൃതി, ഇതിനകത്ത് പ്രേക്ഷകർക്ക് ഇതിനകത്തൊരു സംശയം ഉണ്ടാവും. ഞാൻ അല്പസമയം മുമ്പ് ബാലരാമപുരത്താണ് നമ്മുടെ കുരുക്ഷേത്രം അവസാനിപ്പിച്ചത്, തിരുവനന്തപുരത്ത്. വളരെ പെട്ടെന്ന് ഇങ്ങനെ കൊച്ചിയിൽ വന്നു ഉണ്ടാവും. അപ്പോൾ പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി ഇതൊരു ഹോളോഗ്രാഫിക് സ്റ്റുഡിയോ സാങ്കേതിക വിദ്യയാണ്, കുമ്പിടിയല്ല. പക്ഷേ നമ്മുടെ സാങ്കേതിക വിദ്യ പ്രകാരം കുമ്പിടിയും സാധ്യമാണ്. ഇതിൽ ഞാൻ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, നമുക്ക് പ്രേക്ഷകരോട് പറയാം. ഞാൻ പലപ്പോഴും ഇടത്തോട്ട് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വലത്തായിരിക്കും. എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന ആൾക്കാരെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ മൂന്നുപേരും സ്റ്റുഡിയോയിൽ ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഇടത്തിരിക്കുന്നത് ആരാണ് എന്നുകൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് ആ ഭാഗത്തേക്ക് നോക്കി നിങ്ങളെ എനിക്ക് അഭിസംബോധന ചെയ്ത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ നോക്കും. ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കല്ലേ, ഞാൻ പറഞ്ഞു തരാം ഡോക്ടർ അരുൺ. പക്ഷേ എന്റെ ഇടത്താര് എന്നതാണ് ചോദ്യം. ഇടതുപക്ഷത്തിന്റെ കരുത്തനാണ് ഇടത്ത്. വലത്താര് വലതുപക്ഷത്തിന്റെ കരുത്താന്ന് പറയരുത്, തെറ്റായി വ്യാഖ്യാനിക്കരുത്. രണ്ട് വലതുപക്ഷക്കാര്. പറഞ്ഞ ഞാൻ വലതുപക്ഷമല്ല, വലതുപക്ഷത്തിരിക്കുന്നു. വലതുപക്ഷം എന്ന് പറയാൻ ജാള്യതയുള്ളത് ഒരു വലതുപക്ഷക്കാരി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ സ്റ്റിക്കർ ഒന്നും ഒട്ടില്ല. നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ശരി. കേരളത്തിൽ UDF ക്യാമ്പിന് ആവേശമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൽപ്പറ്റയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു പത്രികാ സമർപ്പണം. സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും രാഹുലിനെ അനുഗമിച്ചു. മൂപ്പൈനാട് പ്രത്യേകം സജ്ജീകരിച്ച ഹെലിപ്പാഡിൽ രാഹുലും പ്രിയങ്കയും വന്നിറങ്ങി. തുടർന്ന് റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് 11:20 ആരംഭിച്ച റോഡ് ഷോ അവസാന പോയിന്റിലെത്താൻ 1 മണിക്കൂറിലധികം സമയമെടുത്തു. തുടർന്ന് കളക്ടറേറ്റിലേക്ക്. ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറുടെ ചേംബറിലെത്തി രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റോഡ് ഷോയിലുടനീളം കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതാക്കളും UDF ഘടകകക്ഷി നേതാക്കളും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വയനാടിന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് രാഹുൽ ഗാന്ധി. Just a few days back, I visited Wayanad when a tragedy had happened. Wild elephant had killed people in the constituency. And when we get a government in Kerala, both of which we will do, we will resolve these issues. കൽപ്പറ്റയിലെ മരവയൽ കോളനി സന്ദർശിച്ച രാഹുലിനെയും പ്രിയങ്കയെയും കണിക്കൊന്നു നൽകിയാണ് വോട്ടർമാർ സ്വീകരിച്ചത്. പരാതികൾ പറഞ്ഞ വോട്ടർമാരോട് പരിഹരിക്കുമെന്ന രാഹുലിന്റെ ഉറപ്പ്. കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അടങ്ങിയ കോൺഗ്രസ് ഗ്യാരണ്ടി കാർഡും വോട്ടർമാർക്ക് വിതരണം ചെയ്ത ശേഷമാണ് രാഹുൽ കൽപ്പറ്റയിൽ നിന്നും മടങ്ങിയത്. റിപ്പോർട്ടർ, വയനാട്. രാഹുൽ തരംഗം ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം. ആദ്യം സുജയ് പറയും. തരംഗം ആവർത്തിക്കുമോ എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി വന്ന് പ്രധാനമന്ത്രിയായി ഭയങ്കര വിജയത്തിൻ്റെ ആ ഒരു തരംഗം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സോക്കോൾഡ് തരംഗമാണ് 2019 ക്ലെയിം ചെയ്തത്. അങ്ങനെ ഒരു തരംഗം പോയിട്ട് തരംഗത്തിൻ്റെ താ പോലും ഇക്കുറിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു തരംഗം ആവർത്തിക്കാൻ പോകുന്നുണ്ട്, അത് തോൽവിയുടെ തരംഗമാണ്. അത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒക്കെ ഉടനെ തന്നെ കാത്തിരുന്ന് കാണാം. ജൂൺ 4 നമുക്കും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ആ ഒരു തരംഗമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വീണ്ടും മത്സരിക്കാനായി വന്നിരിക്കുകയാണ്. സിറ്റിംഗ് എം പി എത്രത്തോളം മണ്ഡലത്തിൽ സജീവമായിരുന്നു എന്നതൊക്കെ നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്തതാണ്. വീണ്ടും പറയുന്നതിൽ എനിക്കൊരു ജാള്യതയുണ്ട്, അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല. രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ അധികം ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് വയനാട്ടുകാർക്ക് തന്നെ അറിയാവുന്ന കാര്യവുമാണ്. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് രാഹുൽ ഗാന്ധി പത്രികാ സമർപ്പണത്തിന് വന്നു. ഇനി രാഹുൽ ഗാന്ധി വരാൻ പോകുന്നത് 15-ാം തീയതിയാണ്. അതായത്
ഇന്ന് വരുന്നു, പത്രിക കൊടുക്കുന്നു, പോകുന്നു. ഇനി 15-ാം തീയതി വരുന്നു, ഒരാഴ്ച നിൽക്കുന്നു, പോകുന്നു. അത്രയൊക്കെ മതി. കാരണം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചോദിക്കാനായി അവിടെ കോൺഗ്രസ് വളരെ സജീവമായുണ്ട്, UDF ക്യാമ്പ് വളരെ സജീവമായുണ്ട്. പക്ഷേ ഇന്ന് ലീഗിന്റെ പതാകയുമില്ല, കോൺഗ്രസിന്റെ പതാകയുമില്ല. അതാണ് അവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് റോഡ് ഷോയിൽ ഒരു പതാക പോലും എടുക്കാത്തത്? അത്രയ്ക്കൊക്കെ പ്രചാരണങ്ങളെ അല്ലെങ്കിൽ മറുവാദങ്ങളെയൊക്കെ പേടിച്ചിട്ടാണോ എന്നൊരു ചോദ്യം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. നികേഷ് സാറിന്റെ ചർച്ചയിൽ നമ്മൾ ആ ചോദ്യം കേട്ടതാണ്. വയനാട്ടിലെ ഏത് പ്രശ്നത്തിനാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് രാഹുൽ ഗാന്ധി പരിഹാരമുണ്ടാക്കിയത്? 5 വർഷം MP ആയിരുന്നു. വാഗ്ദാനങ്ങൾ കുറെ ഇപ്പോഴും അന്ന് നൽകുന്നുണ്ട്. ന്യായ യാത്രയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ന്യായം ഉറപ്പാക്കുമെന്നുള്ള വാഗ്ദാനമാണ് ഇപ്പോൾ എന്തായാലും ഇന്ന് കൊടുത്തിരിക്കുന്ന പ്രകടന പത്രികയിൽ ഉള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി കാർഡ് അങ്ങനെയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി കൊടുത്ത ഗ്യാരണ്ടി കാർഡിലുള്ളത് 5 കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ 2019 പറഞ്ഞ വാഗ്ദാനങ്ങളൊന്ന് ഞാൻ പറയാം. വയനാട്ടിലെ വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം ഉണ്ടാക്കും. അത് ഇന്നും പറഞ്ഞിട്ടുണ്ട്, 2019 പറഞ്ഞു. ഒരു പരിഹാരവും നമ്മൾ കാണുന്നില്ല. കൂടുതൽ കാട്ടാൻ ഇറങ്ങിയതല്ലാതെ മറ്റൊരു മെച്ചവും രാഹുൽ ഗാന്ധിയുടെ 5 വർഷക്കാലത്തെ വയനാട് ഭരണത്തിൽ നമ്മൾ കാണുന്നില്ല. രാഹുലിനേക്കാൾ കൂടുതൽ തവണ കാട്ടാന വന്നു എന്നൊക്കെ ആളുകൾ പരിഹസിക്കുമായിരിക്കും. ഞാൻ എന്തായാലും പരിഹസിക്കാനൊന്നുമില്ല. പിന്നെ രാത്രികാല യാത്രാ നിരോധനം, അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നു. വയനാടിന് റെയിൽ കണക്ടിവിറ്റി നൽകുന്ന നിലമ്പൂർ നഞ്ചൻകോട് പാത നടപ്പാക്കുമെന്ന് പറഞ്ഞു. ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ വയനാടിന് ലഭ്യമാക്കുമെന്ന് പറഞ്ഞു. ഗോത്ര ജനതയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇത് ചില കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ രാഹുൽ ഗാന്ധി ഈ 5 വർഷം കൊണ്ട് മണ്ഡലത്തിന് വേണ്ടി, വയനാടിന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കോവിഡ് കാലത്ത് എല്ലാ MP-മാരും ചെയ്തതിനപ്പുറത്തേക്ക് വേറൊന്നും രാഹുൽ ഗാന്ധിക്കും അവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞത് പ്രളയമാണ്. 2 പ്രളയങ്ങൾ, മഹാപ്രളയവും അതിനുശേഷമുള്ള 2019 പ്രളയവും. 2018 മഹാപ്രളയം, 2019 രാഹുൽ ഗാന്ധി MP ആകുന്നത്. അപ്പോൾ വയനാട് പ്രളയത്തിൽ വിറച്ചപ്പോൾ അതിൽ നൽകിയ സഹായങ്ങളാണ് എടുത്തു പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. അത് ആരായാലും ഏത് ജനപ്രതിനിധി ആയാലും സ്വാഭാവികമായി ചെയ്യേണ്ടതാണ്. സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങൾക്ക് ഒപ്പം നിന്നതല്ലാതെ രാഹുൽ ഗാന്ധിയായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വന്നതല്ല എന്നതാണ് അതിലെ വസ്തുത. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം, ഒരു MP എന്ന നിലയിലുള്ള പ്രവർത്തനം, അത് ഒരു MP മണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണോ വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഉയർത്താനായിട്ടുള്ള ചോദ്യം. കാരണം ഇത് BPO ഒന്നുമല്ല. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി T സിദ്ദിഖ് പോയാൽ മതി, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു നേതാവ് പോയാൽ മതി എന്ന് പറയാൻ. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ MP ആണെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധി തന്നെ വേണം, അല്ലാതെ മറ്റൊരാളല്ലത് ചെയ്യേണ്ടത്. അപ്പോൾ രാഹുൽ ഗാന്ധി മറ്റു കാര്യങ്ങളിൽ മുഴുകിയ സമയത്ത് മണ്ഡലത്തെ അത്രയ്ക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഒരു MP മതി വയനാടിനെങ്കിൽ ഓക്കെ, മണ്ഡലത്തിലുള്ളവർക്ക് രാഹുൽ ഗാന്ധിയെ വീണ്ടും തിരഞ്ഞെടുക്കാം. എന്തായാലും പ്രധാനമന്ത്രിയൊന്നും ആകാൻ പോകുന്നുവെന്ന് വയനാട്ടിലുള്ള ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനോ കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താനോ പോകുന്നില്ല എന്നുള്ളത് വയനാട്ടിലുള്ളവരും കേരളത്തിലുള്ളവരും ഒക്കെ ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത്, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, കുടുംബാംഗങ്ങളോടുള്ള സംസാരം എന്ന രീതിയിലാണ് ഇന്ന് സംസാരിക്കുന്നത് എന്നൊക്കെയാണ്. അതൊക്കെ പറയുന്നതിൽ എത്രത്തോളം അർത്ഥമുണ്ട്? കാരണം രാഷ്ട്രീയ മത്സരമാണ്. ഒരു പോൾ ബാറ്ററിയിൽ വന്നിട്ട് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറയുന്ന ആൾ, അത് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഏറ്റവും പ്രധാന കക്ഷികളിൽ ഒന്നായ CPI-ക്കെതിരെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിന്റെ ജാള്യത കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു മത്സരം കൊണ്ട് രാഹുൽ ഗാന്ധി കൊടുക്കുന്ന സന്ദേശം എന്താണ്? എനിക്ക് രണ്ടാമത് വെക്കാനുള്ള പോയിന്റ് അതാണ്. കാരണം ഭാരത് ജോഡോ യാത്ര, ഭാരത് ന്യായ യാത്ര, ഇതിൽ രണ്ടിലും BJPയുടെ ഐഡിയോളജി അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി എന്തിനാണ് CPI-ക്ക് എതിരെ അല്ലെങ്കിൽ ആനി രാജയ്ക്കെതിരെ മത്സരിക്കാനായി വയനാട്ടിലേക്ക് വരുന്നത്? ഇലക്ട്രൽ ബാറ്റിൽ ഒരു സ്ട്രേറ്റ് ഫൈറ്റ് രാഹുൽ ഗാന്ധിക്ക് നടത്താമായിരുന്ന മണ്ഡലങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് അത് തെരഞ്ഞെടുക്കുന്നില്ല? എന്തുകൊണ്ടാണ് ആനി രാജയായിട്ടുള്ളൊരു പോരാട്ടം? ഇപ്പോൾ K. സുരേന്ദ്രൻ വന്നു, പക്ഷേ K. സുരേന്ദ്രനോട് ഡയറക്റ്റുള്ള ഫൈറ്റ് മാത്രമല്ല, CPI-യുടെ സ്ഥാനാർത്ഥി, CPI-ക്ക് അവിടെ നല്ല വോട്ടുകളുണ്ട്. അപ്പോൾ CPI-ക്കെതിരെ മത്സരിക്കാനായി വയനാട്ടിൽ വന്നു നിന്നുകൊണ്ട് ഒരു ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കൊടുക്കുന്ന സന്ദേശം എന്താണ്? തമിഴ്നാട്, തെലങ്കാന, കർണാടക, സൗത്തിൽ മത്സരിക്കണമെങ്കിൽ ഈ 3 സംസ്ഥാനങ്ങളിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാമായിരുന്നല്ലോ. അതും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒരു മോശം സന്ദേശമാണ്. അത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആശയത്തെ പൊളിക്കുന്ന സന്ദേശമാണ് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. പിന്നെ ഇന്ന് D. രാജ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. D. രാജ പറഞ്ഞത് ഇതൊരു ഷോർട്ട് സൈറ്റഡ് ഡിസിഷനാണ് കോൺഗ്രസിൻ്റെതെന്ന്. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. കാരണം ദീർഘവീക്ഷണത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പകരം രാഹുൽ ഗാന്ധിയുടെ ജയം എന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഈ മത്സരം ചുരുങ്ങി പോവുകയാണ്. രാഹുൽ ഗാന്ധി മറ്റൊരിടത്ത് നിന്നാൽ ജയിക്കില്ല. അതുകൊണ്ട് വയനാട്ടിൽ ഉറപ്പാണ്, ലീഗ് ഉള്ളിടത്തോളം കാലം കോൺഗ്രസിനെ പേടിക്കാനില്ല. അതുകൊണ്ട് അവിടെ വരുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു. അങ്ങനെ ആ ഒരു ജയത്തിന് വേണ്ടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയ ഒരു പിക്ചറിനെ ഒരു ചെറിയ വളരെ സ്റ്റാമ്പ് സൈസ് പിക്ചറാക്കി ചുരുക്കി കളയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. വയനാട്ടിൽ വന്നു, നാമനിർദ്ദേശ പത്രിക കൊടുത്തു, ജയിക്കുമായിരിക്കും. ശരി, നമുക്ക് ചർച്ച തുടരാം. ഇടവേളയ്ക്ക് ചർച്ച തുടരുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ തവണത്തതുപോലെ ഒരു തരംഗമൊന്നും ഉണ്ടാകില്ല. കേരളമാകെ ആഞ്ഞടിക്കുന്ന ഒരു തരംഗമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട ആൾ എന്ന നിലയ്ക്ക്, BJP ഭരണത്തെ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം എന്ന നിലയ്ക്കുള്ള പ്രാധാന്യം രാഹുലിനുണ്ട്. ആ നിലയ്ക്കുള്ള സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ തവണ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 65% നേടിയിട്ടാണ് ഈ 4,31,000 വോട്ടുകളുടെ ഭൂരിപക്ഷം രാഹുലിന് കിട്ടിയത്. അപ്പുറത്ത് NDA സ്ഥാനാർത്ഥിക്ക് വെറും
7%, ഇടതുപക്ഷത്തിന് അന്ന് 25%. ഇത്തവണ രാഹുലിനെതിരെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുന്നു. കാരണം പത്തനംതിട്ടയിൽ നല്ല രീതിയിൽ വോട്ടുകൾ നേടിയ കെ സുരേന്ദ്രനെ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ വയനാട്ടിൽ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന രൂപത്തിൽ വോട്ടെണ്ണുന്ന ദിവസം വരെയും അത് പറഞ്ഞു വെക്കാൻ BJPക്ക് സാധിക്കും. ആ തരത്തിൽ ദേശീയ നേതാക്കളൊക്കെ വയനാട്ടിലേക്ക് എത്തുകയും ചെയ്യും. നാളെ ഇപ്പോൾ സ്മൃതി ഇറാനിയൊക്കെ എത്തുകയാണല്ലോ. ഇപ്പോൾ ആനി രാജയെ ആണ് CPയുടെ ദേശീയ നേതാവിനെയാണ് വയനാട്ടിൽ രംഗത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ആനി രാജയ്ക്കെതിരെ എന്തിന് രാഹുൽ എന്ന് ചോദിക്കുമ്പോൾ രാഹുലിന് ജയിക്കുന്ന ഒരു മണ്ഡലം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പാർലമെന്റിൽ രാഹുലിന്റെ സാന്നിധ്യം ഉറപ്പിക്കുക എന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ 2019 മോദി മഹാരാഷ്ട്രയിൽ പ്രസംഗിച്ചിരുന്നത് ഹിന്ദു രോഷം ഭയന്ന് രാഹുൽ ഓടി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം. അതായത് അന്ന് വയനാട്ടിൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ രാഹുൽ പാർലമെന്റിൽ ഒരു ശബ്ദമായി നിൽക്കുകയില്ലായിരുന്നു. മോദിക്കെതിരെ ശക്തമായ ഒരു ശബ്ദമായി നിൽക്കുകയില്ലായിരുന്നു. അദാനിക്കെതിരെ ശക്തമായ പ്രസംഗങ്ങൾ നടത്താൻ, പാർലമെന്റ് നടത്താൻ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന അതേ വാചകങ്ങൾ ഇവിടെ ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നത് കഷ്ടമാണ്. കാരണം മുന്നണി മര്യാദ എന്നൊരു വിഷയം ആണ് ആവർത്തിച്ച് CPI ആയാലും CPM ആയാലും പറയുന്നത്. CPM ആകട്ടെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതി അംഗമൊന്നുമല്ല, CPI ആണ്. അങ്ങനെ വരുമ്പോൾ ആ മുന്നണി മര്യാദ കാണിക്കേണ്ടിയിരുന്നത് രാഹുലിനെതിരെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നൊരു തീരുമാനം CPI എടുത്തിരുന്നുവെങ്കിൽ അത് ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന് ഞങ്ങളുടേതായ ഒരു സംഭാവന എന്ന നിലയ്ക്ക് പറയാമായിരുന്നു. രാഹുൽ മത്സരിക്കേണ്ടതേയില്ല, രാഹുൽ ജയിക്കേണ്ടതേയില്ല എന്നൊരു അഭിപ്രായം എന്തായാലും ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്കും സഖ്യകക്ഷികൾക്കും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കാത്ത സാഹചര്യത്തിൽ രാഹുൽ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന രൂപത്തിൽ ഇവിടെ ബിനോയ് വിശ്വമായാലും പിണറായി വിജയനായാലും പ്രസംഗിക്കുന്നത് ശരിയായ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വയനാട്ടിലെ പ്രസംഗം സ്വാഭാവികമായും അവിടെ എത്തുമ്പോൾ സ്വന്തം പാർട്ടിയിൽ അല്ലെങ്കിൽ സ്വന്തം മുന്നണിയിലെ നേതാക്കൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. രാഹുൽ ഗാന്ധി ന്യൂനപക്ഷത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യം പിണറായി വിജയൻ ആവർത്തിച്ചു ചോദിക്കുന്നു. CA വിഷയത്തിൽ പിന്നീട് പ്രതികരിച്ചിട്ടില്ല, അസമിന് ശേഷം പ്രതികരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആവർത്തിച്ചു പറയുന്നു. ഇതൊക്കെ പക്ഷേ ആരെ സഹായിക്കുമെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ പതാകയില്ല, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൊടിയില്ല എന്നൊരു വിഷയം, അത് BJP ആണ് കഴിഞ്ഞ തവണ ഏത് രൂപത്തിൽ ഉപയോഗിച്ചു നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാന്റെ കൊടി എന്ന രൂപത്തിൽ അത് അമിത്ഷാ അടക്കം ദേശീയ തലത്തിൽ പ്രചരിപ്പിച്ചു. ആ കൊടി ആ രൂപത്തിൽ പ്രചരിപ്പിച്ച ശേഷം രണ്ടാം ഘട്ടത്തിൽ രാഹുൽ വരുമ്പോൾ അത് ഉപയോഗിക്കേണ്ടതില്ല എന്ന തീരുമാനം വന്നു. ഇത്തവണ ഒരു കൊടിയും വേണ്ട, ത്രിവർണ്ണ ബലൂണുകളാണ് പറത്തിയത്. കൊടി വേണ്ട എന്ന തീരുമാനം വരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ ലീഗിൻ്റെ കൊടി കണ്ടാൽ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ നോർത്തിലേക്ക് എത്തുമ്പോൾ അതല്ല സാഹചര്യം. ഈ കൊടിയിൽ നേരിയ വ്യത്യാസം നോക്കൂ. ലീഗിൻ്റെ കൊടിയിൽ ചന്ദ്രക്കല ഇടത്തോട്ടാണ്, പാകിസ്ഥാൻ്റെ ആണെങ്കിൽ ഒരു വൈറ്റ് മാർജിൻ ഉണ്ട്, അതിനപ്പുറത്ത് ചന്ദ്രക്കല വലത്തോട്ട്. ഈ രീതിയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ വ്യത്യാസം കാണിക്കാത്ത രീതിയിൽ അതാ പാക് പതാകയുമായി രാഹുൽ ഗാന്ധി അതാ വോട്ട് തേടുന്നു എന്ന പ്രചാരണം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞ തവണ ശ്രമിച്ചിട്ടുണ്ട് അവിടെ BJP. അതേ കാര്യം തന്നെ ഇത്തവണയും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ ഇത്തിരി ഖിന്നരാണ്. അതേ കാര്യം CPM ഏറ്റെടുത്ത് പറയരുത്, അത് ബുദ്ധിയല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ആ രൂപത്തിലുള്ള പ്രചാരണത്തിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ ദേശീയ സാഹചര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകുകയും ദേശീയ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയ്ക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട്, ജയിക്കേണ്ടതുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടി നടത്തുമ്പോൾ അതുകൂടി മുന്നിൽ കണ്ടാകണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPI ആയാലും CPI ആയാലും നിലപാടെടുക്കാൻ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കഴിഞ്ഞ തവണത്തെ രീതിയിലുള്ള വലിയ ഭൂരിപക്ഷം 4,31,000 വോട്ട് എന്നൊന്നും പറയുന്നില്ല. എന്നിപ്പോൾ രാഹുലിനെ കണ്ടപ്പോൾ അത്രയ്ക്കും ജനസഞ്ചയം തടിച്ചുകൂടുകയും പ്രവർത്തകരും നേതാക്കളും അതിനപ്പുറം അണികളും ജനങ്ങളും ഒക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രാഹുലിന് അങ്ങനെ ആളുകളോട് സംവദിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അദ്ദേഹം ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അദ്ദേഹം ഇന്ന് സഞ്ചരിക്കുകയൊക്കെ ചെയ്തല്ലോ. ഇന്ന് ആദിവാസി കോളനിയിലൊക്കെ എത്തി ആളുകളോട് സംസാരിക്കുന്നു. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാവ് എന്നൊരു വികാരമുണ്ട്. മറ്റൊന്ന്, വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ജയിക്കാൻ ഉറപ്പുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെ ഒരു മണ്ഡലം രാഹുലിന് വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ 2024 എത്രത്തോളം പ്രധാനമാണ് എന്ന് ഇന്ത്യ മുന്നണിയിലെ ഓരോ പാർട്ടികളും ആവർത്തിച്ച് പറയുമ്പോൾ രാഹുൽ കൂടി ജയിക്കേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണ് എന്നുള്ള കാര്യവും ഈ നേതാക്കൾക്കും ഈ സഖ്യകക്ഷിയിൽ എല്ലാ പാർട്ടികൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രതികരണമാണ് വേണ്ടത്. തരംഗമൊന്നും ആവർത്തിക്കില്ലായിരിക്കാം, പക്ഷേ രാഹുൽ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ രാഹുൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം, രാഹുൽ ചെയ്ത കാര്യങ്ങളുടെ ഒരു പട്ടികയൊക്കെ രാഹുൽ ഇറക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇറക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കിയാൽ മതി. ഈ പറയുന്ന മാതിരി പ്രശ്നങ്ങളുണ്ട്. മെഡിക്കൽ കോളേജ് ഇല്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ വിഷയം അവിടെ നിൽക്കുന്നു. വന്യജീവി ആക്രമണത്തിൽ വെടിവെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേന്ദ്രമന്ത്രി പോയിട്ടുണ്ട്. അത് അങ്ങനെ വെടിവെക്കാനൊന്നും സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എത്രത്തോളം നൂലാമാലകളുണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ 72-ലെ നിയമം മാറ്റി എഴുതുന്നതിനെക്കുറിച്ചുള്ള ആവശ്യം എത്രത്തോളം രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്
എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസ് മറുപടി പറയട്ടെ. ഡോക്ടർ അരുൺ. സ്മൃതി, ഈ വിഷയത്തിൽ എനിക്ക് രണ്ട് വിഷയങ്ങളെ ഞാനിതിൽ കാണുന്നുണ്ട്. ഒന്ന്, ഇന്നിപ്പോൾ കൊടിയുടെ കാര്യം സ്മൃതി നേരത്തെ സൂചിപ്പിച്ചു. അത് ഏതെങ്കിലും സങ്കുചിതമായൊരു രാഷ്ട്രീയ അഭിപ്രായമായി ഞാനതിനെ കണക്കാക്കുന്നില്ല. അത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭീതിതമായൊരു ജനാധിപത്യ അവസ്ഥയുടെ പ്രതീകം കൂടിയാണ്. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് തങ്ങളുടെ കൊടി താഴെ വയ്ക്കേണ്ടി വരുന്ന ഒരു പ്രചരണത്തിൻ്റെ ഘട്ടമാണ് നമ്മൾ ഇന്ന് വയനാട്ടിൽ കണ്ടത്. അതെന്തുകൊണ്ടാണ്? തങ്ങൾക്കൊപ്പമുള്ളൊരു ന്യൂനപക്ഷ സമുദായത്തെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ കൊടി ഉയർത്തിയാൽ അത് തൊട്ടപ്പുറത്തുള്ള പാകിസ്ഥാൻ്റെ കൊടിയാകുമോ എന്ന് മറ്റുള്ളവർ പ്രചരണം നടത്തി തങ്ങളെ നേരിടും എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇതാണ് ഈ ഭൂരിപക്ഷ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ നടത്തുന്ന ഏറ്റവും വലിയ അധിനിവേശം എന്ന് പറയുന്നത്. നോക്കൂ, നിരായുധരാക്കി കഴിഞ്ഞു. നമ്മുടെ കൊടി താഴെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ച കൊടി അവരുടെ സ്വത്വത്തിൻ്റെ, അവരുടെ ആശയത്തിൻ്റെ, അവരുടെ രാഷ്ട്രീയമായ നിലപാടിൻ്റെ പ്രതീകമാണ്. ആ കൊടി അവരെ കൊണ്ട് താഴെ വെപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ മറിച്ച് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, തെറ്റായ പ്രചരണങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനെ തടയുകയല്ലേ ചെയ്തത്? പക്ഷേ രാഷ്ട്രീയമായി സിമ്പലായി നമ്മളതിനെക്കുറിച്ച്, ഒരു കൊടിയെക്കുറിച്ച് പറയുന്നത് ആ പാർട്ടിയുടെ പ്രതീകമാണ്. ആ പ്രതീകം ഒരു പാർട്ടിയുടെ ആത്മാഭിമാനമാണ്. ആ ആത്മാഭിമാനത്തെ നേരിടാൻ കഴിയണം. ആ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ആ കൊടി ഉയർത്താൻ കഴിയുക എന്ന് പറയുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഞാനതിനെ കാണുന്നത് സങ്കുചിതമായ ഒരു അർത്ഥത്തിലല്ല, പകരം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, ജനാധിപത്യത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്യന്തം ഭീതിതമായ ഒരു ഫാസിസ്റ്റ് ദശാസന്ധിയുടെ തുടക്കത്തിലാണ്. അതും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെ അത് പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ, ഏത് കൊയേഴ്സീവായ മർദ്ദന സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ, ഭൗതിക ബലപ്രയോഗമില്ലാതെ പൂർണ്ണമായും പ്രതിപക്ഷത്തെ നിരായുധരാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവർക്കെതിരെയുള്ള പ്രചരണമാണെന്ന് തിരിച്ചറിയുന്ന ഭൂരിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് പ്രതിപക്ഷത്തെ അവരുടെ കൊടി താഴെ വെപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഭീതിതമായ മുഖമാണ്. ഇതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തത്, ഇനി രാഹുൽ ഗാന്ധിയുടെ തരംഗം ആവർത്തിക്കുമോ എന്ന ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി തരംഗം ആവർത്തിക്കില്ല എന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? നമ്മൾ അമേഠിയിലേക്കൊന്ന് പോയി വരാം. അമേഠിയിൽ 2004 രാഹുൽ ഗാന്ധി മത്സരിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഇൻ മേക്കിംഗ് ആയിരുന്നു. കാരണം അന്ന് തീർച്ചയായും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ളൊരു ധാരണ പിന്നീട് മൻമോഹൻ സിംഗിലേക്ക് അത് നിൽക്കുന്നു. അന്ന് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പിച്ചവെച്ചിറങ്ങുന്നു. അന്ന് 66% വോട്ടാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധി നേടുന്നത്, പ്രൈം മിനിസ്റ്റർ ഇൻ മേക്കിംഗ്. എന്നാൽ തൊട്ടടുത്ത വർഷം ഒരു തുടർഭരണം ഉണ്ടാകുമ്പോൾ എല്ലാവരുടെ കണ്ണുകളും രാഹുൽ ഗാന്ധിയിലായിരുന്നു. അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ കാണിക്കുമോ സോണിയാഗാന്ധിയെ കാണിക്കുമോ? വീണ്ടും ചർച്ച വരുന്നു. പ്രൈം മിനിസ്റ്റർ ഇൻ മേക്കിങ്ങിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആവുന്ന ഘട്ടം. ആ ഘട്ടത്തിൽ നോക്കൂ, 71% അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭാവി പ്രധാനമന്ത്രിയുടെ വോട്ട് ഷെയർ 71% അമേഠിയിലെ വോട്ടർമാർ അന്ന് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി. ഭാവി പ്രധാനമന്ത്രിയെ കണ്ടു രാഹുൽ ഗാന്ധിയിൽ. എന്നാൽ തൊട്ടടുത്ത വർഷം വീണ്ടും 2019 ആകുമ്പോഴേക്കും അതേ വോട്ടർമാർ സ്മൃതി ഇറാനിയെ 50 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് അയക്കുന്നതും പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിങ്ങിന് അമേഠിയിൽ സ്ഥാനം നഷ്ടപ്പെടുന്നതുമാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ അമേഠിയും വയനാടും തമ്മിൽ നേരിട്ടൊരു സമീകരണം സാധ്യമല്ലെങ്കിൽ കൂടി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആയിരുന്നു. ആ പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിങ്ങിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ വോട്ട് കൊടുത്തത്. ഭാവി പ്രധാനമന്ത്രി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയാൽ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, അങ്ങനെ വയനാട് പ്രധാനമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയായി തീരും എന്നതായിരുന്നു വോട്ടർമാർക്ക് ലഭിച്ച ഏറ്റവും വലിയ ആത്മവിശ്വാസം. ആ തരംഗത്തിനോടൊപ്പം ഒരു ചെറിയ തിര പോലെ ശബരിമലയും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് രാഹുൽ ഇഫക്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന 2019 തിരഞ്ഞെടുപ്പിന്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. അത് യഥാർത്ഥത്തിൽ രാഹുലിന്റെ മാത്രമല്ല, രാഹുലിന്റെയും ശബരിമലയുടെയും ഇഫക്റ്റാണ്. രാഹുൽ പ്ലസ് ശബരിമല ഇഫക്റ്റാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 2024 ആകുമ്പോഴേക്കോ അമേഠിയിൽ 2019 സംഭവിച്ചതിന് സമാനമല്ലെങ്കിൽ കൂടി ഈ പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്നുള്ളത് മാറി ഒപ്പോസിഷൻ ലീഡർ ഇൻ വെയിറ്റിംഗ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഇന്ത്യയിൽ മോദിയോട് എതിരിടാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവിനെ സമ്മാനിക്കണമോ എന്നൊരു ചോദ്യത്തിലേക്ക് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനത് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. 400 സീറ്റുകൾ നരേന്ദ്രമോദിക്ക് കിട്ടിയ അധികാരത്തിൽ വരുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. 30 സീറ്റുകളുടെ സങ്കീർണതയിൽ ഇപ്പോഴും
ഇപ്പോഴും നരേന്ദ്രമോദി കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 270 സീറ്റുകൾ BJPക്ക് കിട്ടിയാൽ തന്നെ ഭാഗ്യമെന്ന ഘട്ടത്തിലേക്കും എത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് 2019 വയനാട്ടിലേക്ക് എത്തുമ്പോഴുള്ള പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇമേജ് ഇപ്പോഴില്ല എന്നത് നമ്മൾ വാസ്തവമാണെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം സ്മൃതി, നമ്മൾ പാർലമെന്റിലെ കണക്കുകൾ എടുത്ത് പരിശോധിക്കും. പലപ്പോഴും അത് തെറ്റായൊരു സന്ദേശം നൽകുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ആളെയാണോ നിങ്ങൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കേണ്ടത്? പാർലമെന്റിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് മണ്ഡലത്തിലേക്ക് കൂടുതൽ വികസനം കൊണ്ടുവരുന്ന ആളെയാണോ തിരഞ്ഞെടുത്ത് അയക്കേണ്ടത്? ഞാൻ പറയുന്നത് ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരു MP-യുടെ റോൾ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ കോണുകളിലൂടെ നോക്കിക്കാണണം. നിയമനിർമ്മാണത്തിൽ ആ MP ഇടപെട്ടിട്ടുണ്ടോ? ഒരു നിയമനിർമ്മാണം നടക്കുമ്പോൾ രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒരു വലിയ ശബ്ദമാകാൻ ആ മനുഷ്യന് സാധിച്ചിട്ടുണ്ടോ? ആ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇത് കഴിഞ്ഞു മാത്രമേ ഉള്ളൂ. ആ മണ്ഡലത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ടോ? ആ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാലങ്ങൾ പണിയാൻ പോയിട്ടുണ്ടോ? പാലം പണിയുന്നതും ഹൈമാസ്റ്റ് ലൈറ്റ് പണിയുന്നതും ഒരു പാർലമെന്റ് അംഗത്തിന്റെ പണിയല്ല. ആ ജോലി ഇവിടെയുള്ള MLA-മാർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഒപ്പം മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമുണ്ട്, പഞ്ചായത്ത് അംഗങ്ങൾക്ക് ജോലിയുണ്ട്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്, നമ്മൾ പോകുമ്പോഴെല്ലാം ചോദിക്കുന്നു എത്ര ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചു. അതല്ല ഒരു പാർലമെന്റ് അംഗത്തിന്റെ ജോലി. തന്നെ ഏൽപ്പിച്ച ജോലി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കണക്കുകൾ ഉണ്ടാവില്ല. പക്ഷേ ഇടപെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് കുറവാണ്, 51% ഉള്ളൂ. ഏറ്റവും കുറവ് അറ്റൻഡൻസ് ഉള്ള MP ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും ഒപ്പം കണ്ണൂരിൽ ഇപ്പോൾ മത്സരിക്കുന്ന K. സുധാകരനുമായിരിക്കും. രണ്ടു കാരണങ്ങളാലാണ്. K. സുധാകരൻ KPCC പ്രസിഡന്റ് എന്ന് പറയുമ്പോഴും അദ്ദേഹം കണ്ണൂരിൽ നിന്ന് പോയ MP ആയി തുടരുമ്പോഴും അറ്റൻഡൻസ് കുറയുന്നു, ഇടപെടൽ കുറയുന്നു എന്ന് നമുക്ക് വിമർശനാത്മകമായി പറയാം. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നു. ഇന്ത്യയിൽ മുഴുവൻ രാഷ്ട്രീയ കോൺഗ്രസിന് ഉണർവേകുന്ന തരത്തിൽ സംഘടനാ രാഷ്ട്രീയം കൂടി തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയൊരു നേതാവാണ്. അദ്ദേഹമല്ലേ നരേന്ദ്രമോദിയുടെ എഴുന്നേറ്റ് നിന്ന് അംബാനിയെക്കുറിച്ച് ചോദിച്ചത്? അദ്ദേഹത്തിന്റെ വാക്കുകളല്ലേ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത്? അദ്ദേഹത്തിന്റെ വാക്കുകളല്ലേ ഇന്ത്യ മുഴുവൻ കാതോർത്തിരുന്നത്? അപ്പോൾ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ പാർലമെന്റിൽ ഏതെങ്കിലും തരത്തിൽ ലാഭമോ 17 കോടിയുടെ വിഹിതമോ ഉറപ്പാക്കുന്ന ഒരു പണിയാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ ഉണ്ടാകണമെന്നില്ല. വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമത്തിന്റെ ഭേദഗതി രാഹുൽ സംസാരിച്ചില്ല എന്നത് പോരായ്മയെ തന്നെ തുടരുന്നു എന്നത് വാസ്തവമാണെന്നിരിക്കലും രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ ഒരു ഇടിമുഴക്കമായി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യം പോലെയല്ല ഒരു പാർലമെന്റ് അംഗത്തിന്റെ സാന്നിധ്യം ആ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അയാളെ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ ജനാധിപത്യം പുലരുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനാണ്. ആ ഇടപെടലുകൾ നടത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം രാഹുൽ ഗാന്ധി 2019 കൊണ്ടുവരുന്ന ഒരു ഇഫക്റ്റോ തരംഗമോ 2024 കൊണ്ടുവരാൻ സാധ്യതയില്ല. ചുരുങ്ങിയത് 6 മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ് ഇന്ന് വളരെ ശക്തമായ മത്സരം നേരിടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2019 യൂഫോറിയ ഇല്ല എന്നുള്ളത് നമ്മൾ ഇന്ന് തത്സമയം കണ്ട ദൃശ്യങ്ങളിൽ കൂടെ തന്നെ വ്യക്തമാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് എത്തിച്ച ഒരു സ്റ്റേജ് മാനേജ്മെൻറ്റ് മാത്രമായിരുന്നു ഇന്നത്തെ ഓപ്പൺ ജീപ്പിലുള്ള യാത്ര എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. 3 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, രാഹുൽ ഗാന്ധി വയനാട്ടിലെ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ഒരു തികഞ്ഞ പരാജയമായിരുന്നു. 2, കേരളത്തിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലൊരു കോൺട്രിബ്യൂഷൻ ഈ സംസ്ഥാനത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. 3, രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിനെ എങ്ങനെ വിശദീകരിക്കുന്നു എന്നറിയാൻ ഞാൻ അടക്കമുള്ള മലയാളികൾക്ക് താല്പര്യമുണ്ട്. ഇന്ന് അദ്ദേഹം വാർത്താ ലേഖകരെ കണ്ടതിന് ശേഷം ചോദ്യങ്ങൾ എടുത്തില്ല. അപ്പോൾ ആ ചോദ്യങ്ങൾ എടുക്കാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ചോദ്യത്തിന് അദ്ദേഹത്തിൽ നിന്ന് മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, എന്താ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് മണ്ഡലങ്ങളെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. കേരളത്തിലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരിക്കുന്ന കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോൾ അത് മറ്റ് മണ്ഡലങ്ങളെ കൂടി ബാധിക്കുമെന്ന് അറിയാവുന്ന രാഹുൽ ഗാന്ധി എന്താ രാഷ്ട്രീയമായ രീതിയിലൊരു സന്ദേശം നൽകുന്നത്? ഇടതുപക്ഷം ഈ ലോക്സഭയിൽ വേണ്ട എന്നുള്ളതാണോ? BJP പ്രധാന ശക്തിയായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പോയി മത്സരിക്കാതിരിക്കുന്നതിലൂടെ ആ ഒരു ഇമ്പാക്റ്റ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. നേരത്തെ സ്മൃതി പറഞ്ഞു രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് CPI ഒഴിഞ്ഞു കൊടുക്കണമായിരുന്നു എന്നുള്ളത്. നമുക്ക് എന്തൊരു വിചിത്രമായിട്ടുള്ള വാദാണിത്.
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ആയിക്കോട്ടെ CPI ആയിക്കോട്ടെ കോൺഗ്രസിനെതിരെ ഈ പറയുന്ന കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും മത്സരിക്കുന്നില്ല. അതായത് 542 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരിടത്തു പോലും CPM ഓ CPI ഓ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായതിനു ശേഷം 1952 വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 1964 ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അതല്ല സ്ഥിതി. CPM അതിൻ്റെ ശക്തിക്കനുസരിച്ച് പല ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ഭിന്നിച്ചു പോകരുത് എന്ന് കരുതി CPM ഉം CPI-യും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ CPM-ൻ്റെയും CPI-യുടെയും ശക്തി കേന്ദ്രത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ സീറ്റും ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള വാദമാണ് വിചിത്രവാദമാകുന്നത്. അനി കേരളത്തിലെ എന്ന് പറയുമ്പോൾ ഈ CPM-ൻ്റെ ഒരു 15 സീറ്റുണ്ട് കയ്യിൽ. CPI-യെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ളത് 4 സീറ്റുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ആലോചിക്കണം. ആ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകെ ജയിക്കാൻ സാധ്യതയുള്ള 4 സീറ്റുകളാണ് കേരളത്തിലുള്ളത്. ആ 4 സീറ്റുകളിൽ നിന്ന് പോലും രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത് ജുഗുപ്സാവഹമായ ഒരു രാഷ്ട്രീയമാണ്. നോക്കൂ, നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചു ഈ ലീഗിൻ്റെ പതാക സംബന്ധിച്ച്. ലീഗിൻ്റെ പതാക അവിടെ നിൽക്കട്ടെ. ലീഗിൻ്റെ പതാക സംബന്ധിച്ച് ഇനി അപ്പോൾ ആ നിലയിലൊരു നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല എന്ന് ഏതായാലും UDF പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെ കോൺഗ്രസിൻ്റെ പതാക ഉയർത്തണ്ടേ? നോക്കൂ, സാധാരണഗതിയിലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പായാലും ഈ പതാക എന്തിനാണ്, ചിഹ്നം എന്തിനാണ്? ജനങ്ങൾക്ക്, നിരക്ഷരായ ആളുകൾക്ക് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പതാക ഉപയോഗിക്കുക. ഈ മൂവർണ്ണക്കൊടി ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടുള്ളത്. ഈ മൂവർണ്ണക്കൊടി ഉപയോഗിച്ചിട്ടാണ് 52 മുതൽ 2019 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും കോൺഗ്രസ് നേരിട്ടത്, ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അവിടെ കോൺഗ്രസിൻ്റെ പതാക വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഞങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നറേറ്റീവിനെ അല്ലെങ്കിൽ അമിത്ഷായുടെ നറേറ്റീവിനെ എതിർക്കാനുള്ള ശേഷിയില്ല എന്ന് തെളിയിക്കുന്നതിലൂടെ സ്വന്തം പതാക താഴെ വെക്കേണ്ടി വന്നു കോൺഗ്രസിനെ എന്ന് പറയുമ്പോൾ അത് എന്തു വലിയ പരാജയമാണത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനിപ്പോൾ വന്നപ്പോൾ വലിയ രീതിയിലുള്ള പരിഹാസം രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്നുണ്ട്. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പക്ഷേ കരൾ പറിക്കുന്ന വേദന തന്നെയാണ് കെ ടി ജലീലിൻ്റെ വാക്കുകൾ കടമെടുത്താൽ. ഇനി നോക്കൂ, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കോൺഗ്രസിൻ്റെ 2 വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒന്ന്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന് നമ്മളൊക്കെ കരുതുന്ന രാഹുൽ ഗാന്ധി. 2, സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ. അങ്ങനെ വന്ന് മത്സരിക്കേണ്ട ഒരിടമാണോ കേരളം എന്നുള്ളത് കോൺഗ്രസ് തന്നെ ആലോചിക്കട്ടെ. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധി എല്ലായിടങ്ങളിൽ പോയാലും ചോദ്യങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് വയനാട്ടിൽ അദ്ദേഹം ചോദ്യം എടുത്തില്ല എന്നുള്ളതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നോക്കൂ, അമേഠി, ഇനി അമേഠിയിലേക്ക് പോകാം. നോക്കൂ, 2019 ലോക്സഭ എന്ത് ചിത്രമാണ്, എന്ത് സന്ദേശമാണ്, എന്ത് പൊളിറ്റിക്കൽ മെസ്സേജാണ് രാഹുൽ ഗാന്ധി നൽകുന്നത് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 2019 BSPയും SP-യും ഒന്നിച്ചു മത്സരിക്കുന്നു. കോൺഗ്രസ് ഒറ്റക്കാണ് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത്. ആ 2019 വിജയപ്രതീക്ഷയുണ്ടായ വെറും 50,000 വോട്ടിന് മാത്രം തോറ്റ കോൺഗ്രസ്, അമേഠിയിൽ തോറ്റ കോൺഗ്രസ് ഇത്തവണ അമേഠിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ മടിക്കുകയാണ്. റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ മടിക്കുകയാണ്. സമാജ്വാദി പാർട്ടിയായി സഖ്യമുണ്ടായിട്ട് പോലും. അപ്പോൾ രാജ്യത്തോട് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് പേടിയാണ്. ഇന്നിപ്പോൾ BJP പറഞ്ഞിരിക്കുന്നത്, രവിശങ്കർ പ്രസാദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. രവിശങ്കർ പ്രസാദ് പറയുന്നത് എന്താണ്? എന്തിനാണ് വയനാട്ടിൽ പോയി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്നറിയാമോ? അപ്പോൾ ഈ കൊടി താഴെ വെച്ചവരാണ് മറുപടി പറയേണ്ടത് ഇതിന്. ഈ കൊടി താഴെ വെക്കുന്നത് കൊണ്ട് മാത്രം ഇത്തരം ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ല എന്ന് കരുതുന്നവർ BJP-യെ ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കണം. BJP പറയുന്നത് എന്താണ്? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഭൂരിപക്ഷ ഇടമാണ് വയനാട്, അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പോയി മത്സരിക്കുന്നത് എന്ന്. ഇതൊക്കെ പറ്റില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ വന്ന് മത്സരിക്കേണ്ടതുണ്ടോ? ഒരു രാജ്യസഭാ സീറ്റ് പോലെയാണ് വയനാടിനെ കരുതുന്നത് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് രാഹുൽ ഗാന്ധി ഈ ലോക്സഭാ മണ്ഡലത്തെ പരിപാലിക്കണമായിരുന്നു. കേരളത്തെ ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ ഉന്നയിക്കാൻ അദ്ദേഹം ഇന്നെന്താ പറഞ്ഞതെന്നറിയാമോ? നേരത്തെ സുജിയെ ചൂണ്ടിച്ചാണ് വൈൽഡ് ലൈഫ്, വന്യമൃഗജീവികളുടെ ആക്രമണം, രാത്രി യാത്ര, മെഡിക്കൽ കോളേജ് വിഷയം. ഈ പോരാട്ടത്തിൽ ഞാൻ വയനാട് ജനതയ്ക്കൊപ്പം നിൽക്കും, സമ്മർദ്ദം ചെലുത്തും, മുഖ്യമന്ത്രിക്ക് കത്തയച്ചു, എന്നാൽ സർക്കാർ നടപടിയെടുത്തില്ല. ഡൽഹിയിലും കേരളത്തിലും സർക്കാർ ഉണ്ടായാൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും എന്നാണ്. ഡൽഹിയിലും കേരളത്തിലും സർക്കാർ ഇല്ലല്ലോ.
അപ്പോൾ 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കുറ്റബോധം രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു. ഒരു MP എന്നുള്ള നിലയിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇനി ഇത്രയേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് MP എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടാണ്. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ചോദ്യം തരംഗം ആവർത്തിക്കുമോ എന്നാണ്. തരംഗം എന്നല്ല, ഒരു സാധാരണ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന രീതിയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തെ ചുരുക്കിക്കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് ഇതിന് കഴിഞ്ഞു. പൊളിറ്റിക്കലായി ഞാൻ രാഹുൽ ഗാന്ധി ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യത്ത് അദ്ദേഹം മതേതര വിഷയങ്ങൾ ഉയർത്തിയിട്ടില്ല എന്ന വാദക്കാരനല്ല. രാഹുൽ ഗാന്ധി വളരെ ശക്തമായി തന്നെ BJPക്കെതിരെ നിലകൊള്ളുന്നയാളാണ്. പക്ഷെ കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മൗനം. ശരി, ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് വിയോജിച്ചുകൊണ്ട് അതിൽ ഞാൻ ഭാഗം ഒന്നുകൂടെ ക്ലിയർ ചെയ്യുകയാണ്. ഇപ്പോൾ ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദേശീയ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഡോക്ടർ അരുണും ചൂണ്ടിക്കാണിച്ചല്ലോ. അപ്പോൾ ആ ഒരു വിഷപ്രചാരണം നടത്താതിരിക്കാൻ അത് വേണ്ട, അങ്ങനെയെങ്കിൽ നമ്മുടെ കൊടിയും വേണ്ട എന്ന് കാണിക്കുന്നത് കൂടെയുള്ള പാർട്ടിയോട് കാണിക്കുന്ന മര്യാദയാണ്, ലീഗിനോട് കാണിക്കുന്ന മര്യാദയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ത്രിവർണ്ണ പതാക ചേർന്ന ബലൂണുകൾ അവിടെ പറത്തിക്കൊണ്ടാണ് ആ പ്രചാരണം നടത്തിയത്. രണ്ട് കൊടിയും വേണ്ട, അങ്ങനെ അവർക്കൊരു വിഷമം വേണ്ട, ലീഗിനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഈ പ്രധാനപ്പെട്ട കോൺഗ്രസിലെയും ലീഗിലെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്ന് പത്രികാ സമർപ്പണത്തിന് അവിടെ എത്തുകയും പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം തന്നെ. പക്ഷേ അതേസമയം ലീഗ് എന്ന പാർട്ടിയല്ല, മുസ്ലിം ലീഗ് എന്ന പാർട്ടി മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷം തന്നെ ദേശീയ തലത്തിൽ ഏതൊക്കെ രീതിയിൽ വിവേചനം അനുഭവിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ പ്രായോഗികമായി നമ്മൾ ജയിച്ചു വന്നാൽ ഈ സാഹചര്യം മാറ്റേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ കോൺഗ്രസിന് അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ അതൊരു ദൗർബല്യം തന്നെയാണ്. അത് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞ ദൗർബല്യമാണ്. ആ ദൗർബല്യം CPM ഇല്ലാത്തതുകൊണ്ടാണ് CPM ആവർത്തിച്ച് CAA പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആ രൂപത്തിൽ പറയാൻ കോൺഗ്രസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ജയിക്കുന്ന മണ്ഡലത്തിൽ അല്ലാതെ എവിടെയാണ് നിൽക്കുക? ജയിക്കുന്ന മണ്ഡലത്തിൽ നിൽക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അത്യാവശ്യമാണെന്നേ. അപ്പോൾ അങ്ങനെ ജയിക്കുന്ന ഒരു മണ്ഡലമായി കോൺഗ്രസ് കണ്ടെത്തിയ ഒരു സ്ഥലമാണ് വയനാട്. അവിടെ നിന്നാൽ ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് രാഹുൽ വയനാട്ടിൽ നിൽക്കുന്നത്. അത് CP എവിടെ നിന്ന് ജയിക്കും എന്നർത്ഥമില്ലല്ലോ. കുറേ കാലമായി അവിടെ കോൺഗ്രസ് തന്നെ ജയിക്കുന്ന സ്ഥലമാണ്. അപ്പം അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് രാഹുലിനെ അവിടെ നിർത്തുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിക്കുമെന്നൊക്കെയുള്ള പ്രചാരണം നേരത്തെ ഉണ്ടായിരുന്നു. ജയിക്കാത്തൊരു സ്ഥലം നോക്കി ഈ വെല്ലുവിളിയുമായിട്ട് കേരളത്തിലേക്ക് നരേന്ദ്രമോദി വരുമോ? ഇല്ല. അപ്പോൾ ഉറപ്പുള്ള സ്ഥലത്തേ നിൽക്കുകയുള്ളൂ. നരേന്ദ്രമോദി വാരണാസി എല്ലാ മാസവും വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി MP എന്ന നിലയ്ക്ക് എപ്പോഴും വരുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂർത്തിയാക്കട്ടെ. അപ്പോൾ ആ രൂപത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. രാഹുൽ ഗാന്ധി മുഴുവൻ സമയവും വയനാട്ടിൽ നിൽക്കേണ്ടതാണ് എന്ന രൂപത്തിലുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അത് BJP ആവർത്തിച്ചു പറയുന്നു. അത് പലപ്പോഴെങ്കിലും CPM എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരേ രീതിയിലുള്ള പ്രചാരണങ്ങളാണോ അറിഞ്ഞോ അറിയാതെയോ ഇടതുപക്ഷവും BJPയും നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി അവർ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതായത് വയനാട്ടിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. വയനാട്ടിൽ ഓരോ വീട്ടിലും എനിക്ക് അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ കാണാനായിട്ടൊക്കെ 5 വർഷത്തിൽ 5 തവണ വന്നാൽ മതിയോ എന്നുള്ളതാണ്. കാരണം കുടുംബാംഗങ്ങളാകുമ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനെ പറയുന്നതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ 5 തവണ വന്നാൽ മതിയോ? വയനാട്ടിലെ കാര്യങ്ങൾക്ക് അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ നേരിടുന്നതേ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന പ്രശ്നമാണ്. വീട്ടിലെ സഹോദരനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചവിട്ടിക്കൊന്നത്, ആന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ അവരുടെ വിളകൾ നശിപ്പിക്കുന്നത്. അപ്പോൾ അതിലൊന്നും പരിഹാരം കാണാൻ ഈ സഹോദരന് സമയമില്ലെങ്കിൽ സഹോദരനാണെന്ന് പറയാതിരിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ്. 2019 പറഞ്ഞ അതേ കാര്യങ്ങളുടെ കാർബൺ കോപ്പിയാണ് ഇപ്പോഴും എടുത്ത് വിതരണം ചെയ്തിരിക്കുന്നത്. ന്യായ യാത്രയിലെ ന്യായം എടുത്ത് ഈ പ്രകടന പത്രികയിൽ ഫിറ്റ് ചെയ്തു എന്നൊഴിച്ചാൽ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒരേ കാര്യങ്ങളാണ്. മാറിയിട്ടില്ല. ശരി, കേരളത്തിൽ വന്ന് വെടിവെച്ചോളൂ എന്ന് പറഞ്ഞു പോയ കേന്ദ്രമന്ത്രിയുടെ ആത്മാർത്ഥതയേക്കാൾ രാഹുലിന് ആത്മാർത്ഥതയുണ്ട് എന്ന് ഏതായാലും അവിടുത്തെ ജനങ്ങൾ കരുതുന്നുണ്ട്. ഏതായാലും ന്യൂനപക്ഷത്തെ, അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷമായാലും മുസ്ലിം ന്യൂനപക്ഷമായാലും വിശ്വസിക്കാൻ പറ്റാത്തൊരു പാർട്ടി എന്ന BJP എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ആ രൂപത്തിൽ അത് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സഭകളിൽ ബിഷപ്പുമാർ ആവർത്തിച്ച് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ തരംഗമൊന്നും ആവർത്തിക്കില്ല എന്ന് പറയുന്നു. അതേസമയം ജയിക്കുന്ന മണ്ഡലത്തിൽ നിൽക്കേണ്ടത് രാഹുലിനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്, കോൺഗ്രസിനെ സംബന്ധിച്ച് അത്യാവശ്യം. രണ്ട് കാര്യങ്ങൾ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റിൽ ഞാൻ തീർക്കാം. നോക്കൂ, ജയിക്കുന്ന മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് സ്മൃതി പറയുന്നത്. നോക്കൂ, കേരളത്തിലെ വയനാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കുന്ന മണ്ഡലം. CPM കേരളത്തിൽ ഒതുങ്ങി എന്ന് ആക്ഷേപിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഞങ്ങൾക്ക് ജയിക്കാൻ ഈ കേരളമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഈ വയനാട് മാത്രമേ ജയിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചുരുങ്ങി കേരളത്തിൽ മാത്രമായി അവശേഷിക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ ആക്ഷേപം ദയവായി നിർത്തണം. 2, CAA കുറിച്ച് ഇത്രയേ കോൺഗ്രസിന് പറയാനാകൂ എന്നാണ് സ്മൃതി പറയുന്നത്. എന്ത് ന്യായമാണ് സ്മൃതി അത്? CAA എന്ന് പറയുന്നത് ഇന്ത്യയിലെ
ഈ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണല്ലോ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിന്. ആ ഭരണഘടനയ്ക്കെതിരെയാണ് CAA. അത് ഞങ്ങൾ വന്നാൽ അറബിക്കടലിൽ എടുത്ത് കളയുമെന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസിനില്ല. കോൺഗ്രസ് അതിൽ ഞങ്ങൾ വാക്കുകൾ കൂട്ടിക്കലർത്തിയേ പറയൂ എന്ന് പറയുന്നതിനോട് നമ്മൾ ന്യായീകരിക്കുകയാണോ ചെയ്യുന്നത്? 3 കൊടി കോൺഗ്രസ് കൊടി താഴെ വെച്ചു എന്നുള്ള പ്രചരണമല്ലേ ഇതിനേക്കാൾ വലിയ പ്രചരണമാകാൻ പോകുന്നത്? കോൺഗ്രസ് കൊടി താഴെ വെച്ചു എന്ന് പറയുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇതാണ് എനിക്ക് 3 കാര്യങ്ങൾ. പെട്ടെന്ന് പറയാമോ? ബ്രേക്കിലേക്ക് ഇപ്പൊ CAA വിഷയത്തിൽ ശരി, CAA വിഷയം ഒരു ദേശീയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിൽ പ്രതികരണം നടത്തണമെന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ 2019 ഇതേ രാഹുൽ ഗാന്ധി CAA വിഷയത്തിൽ പ്രതികരിച്ചിട്ട് നമ്മൾ കണ്ടു. കോൺഗ്രസ് മുഴുവൻ പാർലമെന്റിൽ എടുത്ത നിലപാട് കണ്ടു. 80 പേരും ഈ ഭരണഘടനയിലെ ഈ ഭേദഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ നിലപാടെടുത്ത് കോൺഗ്രസ് പാർലമെന്റിൽ പ്രതിഷേധിച്ചു. അത് നമ്മുടെ മുഖ്യമന്ത്രി തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. ജനങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ, പൗരത്വ ഭേദഗതി വരുന്ന സമയത്ത് പാർലമെന്റിൽ വോട്ടിട്ടു തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ചോദ്യം ഇതാണ് നികേഷ് കുമാർ. ശബരിമല വിഷയം വന്നല്ലോ. 2019 തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ശബരിമല തിരിച്ചടിയായിരുന്നു മനസ്സിലാക്കിയ ഈ LDF സർക്കാർ 2021 ശബരിമല വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ ഒരു പ്രചരണം നടത്താത്തത്? 2019 ഈ ശബരിമലയിലെ വിധി വരുന്ന സമയത്ത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വനിതാ മതിൽ പടുക്കുന്ന CPM-ന് 2021 ആകുമ്പോഴേക്കും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പരിമിതി വന്നു. ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പരിമിതിയും CPM-നെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ശബരിമല വിഷയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണഘടനാ പ്രകാരം ലോ ഓഫ് ദ ലാൻഡ് സുപ്രീം കോടതി വിധിയാണ്. ആ ലോ ഓഫ് ദ ലാൻഡ് സുപ്രീം കോടതി വിധിയാണ് എന്നിരിക്കെ അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും അതേ സുപ്രീം കോടതി തന്നെ അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയാൽ പിന്നെ കേരളത്തിന് മാത്രമായി അക്കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ടോ? സുപ്രീം കോടതി ഉത്തരവുകളിലല്ലോ ഇവിടെ ഒരു മതിൽ കെട്ടുകയും മതിൽ ഉയർത്തുകയൊക്കെ ചെയ്താണല്ലോ. പിന്നീട് ആ വാദം പറഞ്ഞില്ല. CPM അത് ഒഴിവാക്കിയെന്ന് മാത്രമല്ല വീടുകൾ തോറും ചെന്ന് അത് വിശദീകരിച്ചു. വീടുകൾ തോറും ചെന്ന ഗൃഹസമ്പർക്ക പരിപാടിയിലൂടെ എന്താണ് ഞങ്ങളുടെ ഈ ശബരിമല നയം എന്ന് അല്ലാതെ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഒരു വീട്ടിൽ പോയി CPM പറഞ്ഞില്ല. അരുൺ എന്താണ് അക്കാര്യത്തിൽ പറയുന്നതെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. നമ്മൾ രണ്ടുപേരും ഒച്ചയിട്ടിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി പറയുന്നു സ്ത്രീ പ്രവേശം സാധ്യമാണ് എന്ന്. പിന്നീട് അതേ രഞ്ജൻ ഗൊഗോയ് തന്നെ ആ വിധി മരവിപ്പിക്കുന്നതിലൂടെ പിന്നെ സംസ്ഥാന സർക്കാരിന് പഴയ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? സുപ്രീം കോടതി വിധി എന്താണോ അത് നടപ്പിലാക്കൂ എന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതി അതിൽ നിന്ന് പിന്തിരിഞ്ഞ സ്ഥിതിക്ക് ആ പിന്തിരിഞ്ഞ നിലപാട് സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാൻ സാധിക്കുമായിട്ടുള്ള തന്ത്രം അതിനെ നമ്മൾ എങ്ങനെയാണ് വിശാലമായ അർത്ഥത്തിൽ നോക്കൂ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾക്ക് പുറത്തു നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് പരാജയപ്പെടുത്താവുന്ന കാൽപ്പനികമായ രാഷ്ട്രീയത്തിന്റെ ഭൂമികയല്ലെന്ന് നികേഷ് കുമാറിന് നന്നായി അറിയാമല്ലോ. അതുകൊണ്ടാണ് 2021 വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയം CPM താഴെ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് 2024 ആകുമ്പോൾ ഒരു ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കാനുള്ള ടൂളാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലപാടിൽ ഒരു ഇഞ്ച് പോലും മാറ്റം വരുത്താതെ കോൺഗ്രസ് ആ നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായ രാഷ്ട്രീയ ബുദ്ധിയായിട്ട് തന്നെ നമ്മൾ കണക്കിലാക്കണം. കൊടിയുടെ കാര്യം വേറെയാണ്, അതൊരു പരിമിതിയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു ഭൂരിപക്ഷ രാഷ്ട്രീയത്തിലേക്ക് നാട് നീങ്ങുമ്പോൾ സംഭവിക്കുന്ന പരിണിത ഫലമായി തന്നെയാണ് നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു. നോക്കൂ, നമുക്ക് VK കൃഷ്ണമേനോൻ എന്ന് പറയുന്ന പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. നമുക്കിത് തുടരാമെങ്കിൽ തുടരാം. നമുക്ക് ഇടവേളയ്ക്ക് തരംഗം ആവർത്തിക്കുമെന്നുള്ള ചോദ്യം ചർച്ച തുടരുകയാണ്. എനിക്ക് അതിനകത്ത് ഒരു വിശദീകരണം നൽകാറുണ്ട്. നമുക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ശബരിമലയിൽ രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ വിധി പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തില് സുപ്രീം കോടതി വിധി എന്താണോ അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. പിണറായി വിജയനോ CPM-നോ LDF-നോ പിണറായി വിജയൻ സർക്കാരിനോ അക്കാര്യത്തിൽ ഒരു നയവുമില്ല. സുപ്രീം കോടതി വിധിയാണ് ലോ ഓഫ് ദ ലാൻഡ്, അത് നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ഒരുപാട് വെള്ളമൊഴുകി. അതേ രഞ്ജൻ ഗൊഗോയുടെ ബെഞ്ച് അവരുടെ തന്നെ വിധി മരവിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ച സ്ഥിതിക്ക് ആ മരവിപ്പിക്കൽ സ്വാഭാവികമായും കേരളത്തിലും സാധ്യമാകേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലയിലുള്ള മരവിപ്പിക്കൽ
മരവിപ്പിക്കൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അല്ല, മനസ്സിലായില്ല. മരവിപ്പിക്കൽ എന്ന് എങ്കിലും പറഞ്ഞ ഞാൻ അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നതനുസരിച്ച് നികേഷ് കുമാർ CPM-നോ മരവിപ്പിച്ചോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇന്നും സ്ത്രീ പ്രവേശം സാധ്യമാകണം എന്നുള്ള നിലപാട് തന്നെയാണുള്ളത്. അതിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനെ നമ്മൾ CAA-യുമായി താരതമ്യം ചെയ്യുകയാണ് ഡോക്ടർ അരുൺ ചെയ്തത്. ഒറ്റ ചോദ്യമേ മല്ലികാർജുൻ ഖാർഗെയുടെ മുമ്പാകെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളൂ. അതെന്താണ്? ഒറ്റ ചോദ്യമേ മല്ലികാർജുൻ ഖാർഗെയുടെ മുമ്പാകെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളൂ. അതെന്താണ്? CAA നിങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ CAA റദ്ദു ചെയ്യുമോ എന്നുള്ളതാണ്. അത് ഞാൻ ഇന്ന് രാത്രി ഉറങ്ങി പിന്നീട് പറയാമെന്നാണ് പറയുന്നത്. ആ ഉറക്കം എഴുന്നേറ്റിട്ടില്ല മല്ലികാർജുൻ ഖാർഗെ എന്നുള്ളതാണ് എന്റെ വിമർശനം. തീർന്നിട്ടില്ല. ഒരു കാര്യം കൂടെ പൂർത്തിയാക്കട്ടെ. നോക്ക്, ഇതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാകേണ്ട കാര്യമില്ല. അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട് CAA ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല എന്ന്. CAA ഞങ്ങൾ ആദ്യം നടപ്പാക്കും, എന്നിട്ട് പരമാവധി ഹിന്ദുക്കളെ രാജ്യത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കും. പിന്നീട് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നത് NRC ആണ്. അതായത് രാജ്യത്തിനകത്ത് ഇതിനകത്ത് വന്നിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള വിഭാഗങ്ങളെ പുറത്താക്കാൻ വേണ്ടിയാണ് NRC ഉപയോഗിക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും ഇവിടെ സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ആ വീഡിയോ ഇപ്പോൾ ഞാൻ മൊബൈൽ ഫോണിൽ പ്ലേ ചെയ്യാൻ കഴിയും എനിക്ക്. അപ്പോൾ അതിനെതിരായ ശക്തമായ നിലപാടെടുക്കാൻ ഇന്ത്യയുടെ ഭരണഘടന വരുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ താഴെ വെച്ച കൊടി തന്നെയാണ് അതിന്റെ കൃത്യമായ. ശരി, ഇവിടെ വലിയ മുറിവേൽക്കാത്ത നിലപാട് സ്വീകരിക്കാൻ പറ്റുമല്ലോ. ഡോക്ടർ അരുൺ പറഞ്ഞോളൂ. അല്ല സ്മൃതി, എനിക്ക് പറയാനുള്ളത് ഒന്ന്, MP നികേഷ് കുമാർ പറഞ്ഞതുപോലെയല്ല, ശബരിമലയിലെ വിധി നിലവിൽ സുപ്രീം കോടതി ഫ്രീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ശബരിമലയിൽ ഒരു യുവതിക്ക് പ്രവേശനം നടത്താവുന്നതേ ഉള്ളൂ, സാധ്യമാവുന്നതേ ഉള്ളൂ. എന്താണ് നമ്മൾ ആ യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കണ്ടത്? അതിനോട് തിടുക്കപ്പെട്ട് അവിടെ യുവതീ പ്രവേശനം സാധ്യമാക്കുന്നത്, ആ സാധ്യമായി വരുന്നത്, അതെങ്ങനെയാണ് നടന്നത് എന്നൊക്കെ നമുക്ക് അതിന്റെ അണിയറ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരി, ഞാനിപ്പോഴും എങ്ങനെയാണ് ശബരിമല സന്നിധാനം വരെ വിശ്വാസമില്ലാത്ത ആളുകൾ എത്തിച്ചേർന്നത് എന്നുള്ളതിന് വിശദീകരണം വന്നിട്ടുണ്ട്. കണ്ണൂരിലെ പാർട്ടി വീടുകളിൽ തന്നെ ഇതേ ചോദ്യങ്ങൾ നേതാക്കളോട് ചോദിച്ചിട്ടുണ്ട്. വിശ്വാസമില്ലാത്ത യുവതികളെ ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ മുന്നിട്ടിറങ്ങിയത് ആരാണ്? പോലീസ് അവർക്ക് പടച്ചട്ട കൊണ്ടുപോയി കൊടുത്തത് ആരാണ് എന്ന ചോദ്യം ഞാനല്ല MP നികേഷ് കുമാർ ചോദിച്ചത്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ വീടുകളിലെ സ്ത്രീകൾ തന്നെ പുറത്തിറങ്ങി ചോദിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിയമപരമായി ഒരു അഞ്ചംഗ ബെഞ്ച്, വിശാല ബെഞ്ചിന് ആ കേസ് വിടുമ്പോൾ നേരത്തെ അഞ്ചംഗ ബെഞ്ച് എടുത്ത വിധി ന്യായം നിലനിൽക്കുമോ ഇല്ലയോ ഉറപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. അതിനെ തെറ്റു പറയാൻ കഴിയില്ല. ഒരു വേണമെന്നു തന്നെയാണ്. നിലപാടുണ്ടായിരിക്കാം, പ്രചാരണത്തിൽ ഉപയോഗിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് CAA വിഷയം പ്രചാരണത്തിൽ ഉപയോഗിക്കില്ല, പാർലമെന്റിൽ പറഞ്ഞു. ജനാധിപത്യവൽക്കരിക്കപ്പെടാത്ത ഒരു സമൂഹത്തിലെ ഒരു പാർലമെന്ററി സംവിധാനം പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകുന്നു എന്നതിന് തെളിവാണ്. പുരോഗമനപരമായ ആശയങ്ങളെ നമ്മുടെ സമൂഹം ഒരു സുപ്രഭാതത്തിൽ സ്വീകരിക്കില്ല. വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ എടുത്ത് പഴകിക്കഴിഞ്ഞാണ് സമൂഹം അതിനെ സ്വീകരിക്കുക. വില്ലുവണ്ടി ഓടിയിട്ട് വീണ്ടും 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആ വഴിയിലൂടെ സാധാരണക്കാരായ മനുഷ്യർ നടന്നത്. വൈക്കത്ത് സത്യാഗ്രഹം കഴിഞ്ഞിട്ട് ആ മനുഷ്യര്, അവർണരായിട്ടുള്ള മനുഷ്യര് ആ വഴിയിലൂടെ നടക്കാൻ ധൈര്യം കാണിച്ചത് 1 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. വൈക്കത്തും അങ്ങനെയാണ് സംഭവിച്ചത്, ഗുരുവായൂരിലും അങ്ങനെയാണ് സംഭവിച്ചത്. നമ്മളുമായി ബന്ധപ്പെട്ട ഈ കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ
ഇതെന്താണ് ഇവിടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിന്യായത്തിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ്. സമാനമായ വിധത്തിലുള്ള കാത്തിരിപ്പാണ് ശബരിമലയുടെ കാര്യത്തിൽ കേരള സംസ്ഥാന സർക്കാർ. ഇല്ല, അങ്ങനെ അസലമായ ഒരു കാത്തിരിപ്പൊന്നും ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതിയിൽ ഒരു തീരുമാനം വിധി മറിച്ചായാൽ പോലും വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ്. പാർട്ടി വീടുകളിൽ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു എന്നുള്ളതൊക്കെ കേട്ടുകേൾവിയല്ല, വാർത്തയാണ്, ഉണ്ടായ വാർത്ത തന്നെയാണ്. വിശ്വാസമുള്ള പാർട്ടി വീടുകളിൽ നിന്ന് മാതിരി ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്ക് മറുപടി ആ പറയാം. ചോദ്യങ്ങൾക്ക് വിശദീകരണം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് എന്താ കുറവ് തോന്നേണ്ട കാര്യം? വിശദീകരണം എന്നുള്ളത് അതൊക്കെ പിഴവ് പറ്റിയ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന സംവിധാനം തന്നെയാണ് CPM. മാത്രമല്ല മറുപടി ഇടതുകക്ഷികളെല്ലാം തന്നെ ശരിയാ, മറുപടി അവിടെ എന്നുള്ളത് പിഴവ് വിശദമായ വിമർശനം ഉണ്ടാകും എന്നുള്ളതാണ് അതിലെ ജൈവികത. നിലപാടാണ് എടുത്തതെന്നേ. ജീവനുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടികൾ ഉണ്ടാവും. ആ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികളിൽ നിന്ന് മറികടക്കണം, അത്രേ ഉള്ളൂ. മറികടക്കുമ്പോ അത് മിണ്ടാതിരിക്കും. ഇല്ല, മിണ്ടാതിരിക്കുന്നില്ല. എന്നാ ഇപ്പോൾ എന്താണ് പറയാത്തത്? ഇപ്പോഴും CPM-ന്റെ നിലപാട് നിലപാടതായിരിക്കാം, പക്ഷേ പറയില്ല. നിലപാടതായിരിക്കാം, പക്ഷേ പറയില്ല. നിലപാടതായിരിക്കാം, ഒരു പ്രസംഗത്തിലും പറയില്ല. നിലപാടതായിരിക്കാം, ഒറ്റ പ്രസംഗത്തിലും പറയില്ല. ഒളിച്ചോടിയവരല്ല ഇല്ല, ഒച്ചയിട്ട് ജയിക്കാൻ പറ്റില്ല. ഒച്ചയിട്ട് ജയിക്കാൻ പറ്റില്ല. പറയുന്നു നിലപാടതായിരിക്കാം, പുറത്ത് പറയില്ല. പ്രവേശം വേണമെന്ന്. RSS പറയുന്നു ശബരിമല, എന്നിട്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒളിച്ചോടി. CPM ഒളിച്ചോടുന്നില്ലെന്നേ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം വേണം എന്നും കൃത്യമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് CPM. സ്മൃതി പരുത്തിക്കാട് നാളെ ഇതേ ദിവസം തന്നെ ഒരാളുടെ സൗണ്ട് ബൈറ്റ് പറയൂ, മറിച്ച് പറയൂ. അല്ലെങ്കിൽ 2019 തിരഞ്ഞെടുപ്പിന് ശേഷം MV നികേഷ് കുമാർ 2019 തിരഞ്ഞെടുപ്പിന് ശേഷം ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കേണ്ടത് സാമൂഹികമായ പുരോഗതിയുടെ ലക്ഷണമാണ് എന്നോ, ശബരിമലയിലെ യുവതീ പ്രവേശനം ഒരു മനുഷ്യാവകാശ പ്രശ്നമാണെന്നോ, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി രാഷ്ട്രീയമായി ശരിയാണെന്നോ ഏതെങ്കിലും CPM നേതാക്കൾ 2020 ശേഷം പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ MV നികേഷ് കുമാർ? കോൺഗ്രസ് പാർട്ടിക്ക് മല്ലികാർജുൻ ഖാർഗെക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ കഷ്ടം എന്നേ പറയാനുള്ളൂ. അമിത്ഷാ വളരെ വ്യക്തമായി പറഞ്ഞു. പാർട്ടി അറബിക്കടലിൽ എറിഞ്ഞു MV നികേഷ് കുമാർ. ഭേദഗതിയിൽ ഒപ്പിട്ട 80 പേര് നോ എന്ന് പറഞ്ഞ 80 പേര് കോൺഗ്രസുകാരാണ് പാർലമെന്റിൽ. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് ദയവ് ചെയ്ത് MV നികേഷ് കുമാർ. ആ ഭരണഘടന, ആ പൗരത്വ നിയമ ഭേദഗതിയിൽ നോ എന്ന് പറഞ്ഞ 80 പേരിൽ 42 പേരും കോൺഗ്രസുകാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് MV നികേഷ് കുമാർ. നോക്കൂ സ്മൃതി, ഒറ്റ കാര്യം കൂടി. 2020 ശേഷം സ്മൃതി ഒരു നിമിഷം 2020 ശേഷം ശബരിമല ഒരു മനുഷ്യാവകാശ പ്രശ്നമാണെന്നോ ഭരണഘടനാ വിഷയമാണെന്നോ പുറത്ത് സമൂഹത്തിന് മുന്നിൽ ഒരു പ്രസംഗത്തിലോ പ്രസ്താവനയിലോ ഏതെങ്കിലും CPM നേതാക്കൾ പറയുന്നത് MV നികേഷ് കുമാർ കേട്ടിട്ടുണ്ടോ? ഞാനതാണ് ആവർത്തിച്ച് ഞാൻ പറഞ്ഞത്. കേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിലപാടുണ്ടായിരിക്കാം. അല്ല, എനിക്കൊരു കാര്യം അരുൺ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാനല്ലേ മറുപടി പറയണ്ടേ? പറ, അരുൺ ചോദിച്ചേ. 2021 ശേഷം പരസ്യമായി ഈ നിലപാട് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഏത് നിലപാട്? 2020-നോ 2021-നോ ശേഷം ശബരിമലയിൽ അധിഷ്ഠിതമായ ഒരു വർഗീയ പാർട്ടി. ഒരു സെക്കൻഡ്, ചോദ്യം തന്നല്ലോ, ഉത്തരം പറയട്ടെ. ശബരിമലയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഹിന്ദു വർഗീയ പാർട്ടിയാണോ CPM എന്ന് പറയുന്നത്? 2019 ഇങ്ങനെ ഒരു വിധി ഉണ്ടായി. ആ വിധിയുടെ മേലെ CPM ഒരു നിലപാടെടുത്തു. 2021 മുമ്പ് ആ വിധി ലഘൂകരിച്ചുകൊണ്ട് വിശദമായ മറ്റൊരു ഭരണഘടനാ ബെഞ്ചിന് കേസ് വിട്ടിരിക്കുന്നു. അങ്ങനെ വിട്ടപ്പോ ആ ഒരു ചർച്ചയാണ് അരുൺ, കേക്ക്. ഒരു വിശാലമായ ഭരണഘടനാ ബെഞ്ചിന് വിട്ടാൽ പിന്നെയും ആ പ്രശ്നത്തിൽ ഇങ്ങനെ കിടന്ന് കളിക്കാമെന്നാണോ പറയുന്നത്? പിന്നെ ആ പ്രശ്നത്തിൽ കിടന്ന് കളിക്കണം. ഇതെന്താ ഇത്? മതത്തിന്റെ ജാതിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണോ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. MV നികേഷ് കുമാർ നോക്കൂ, നമുക്ക് സൗകര്യമുള്ള സമയത്ത് നമ്മൾ വേറൊരു ആർഗ്യുമെന്റ് പറയരുത്. ഈ ഒറ്റ ആർഗ്യുമെന്റേ ഉള്ളൂ. പാർട്ടിയുടെ 2019 വരെയുള്ള നിലപാട്, 2021 നിലപാട്, അത് പുറത്തു പറയുന്നതിലുള്ള ബുദ്ധിമുട്ട് പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പരിമിതിയാണ്. അത് അംഗീകരിച്ചാൽ മതി. അങ്ങനെ ഒരു അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അംഗീകരിക്കണമെങ്കിലൊക്കെ അംഗീകരിക്കേണ്ടുള്ളൂ, അല്ലാണ്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി അംഗീകരിക്കാൻ കഴിയും. 2019 ഒരു നിലപാടുണ്ടായിരുന്നു. അത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. സുപ്രീം കോടതി വിധിയുടെ തന്നെ വിശാല ബെഞ്ചിന് വിട്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം കഴിഞ്ഞു. വിശാല ബെഞ്ച് തീരുമാനം എടുക്കുന്നത് വരെ ഇനി അക്കാര്യത്തിൽ നിലപാട് പറയേണ്ട കാര്യം എന്താണ്? ഭരണഘടന അംഗീകരിക്കുന്ന പാർട്ടികൾ അങ്ങനെയല്ലേ ചെയ്യുക? കോടതികൾ അംഗീകരിക്കുന്ന പാർട്ടികൾ അങ്ങനെയല്ലേ ചെയ്യുക? നിലപാട് മനസ്സിലിരിക്കട്ടെ, പറഞ്ഞോളൂ.
ഓക്കെ, നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ ചോദ്യത്തിന് ശ്രീ എം വി നികേഷ് കുമാർ പൂർണ്ണമായ മറുപടി നൽകിയിട്ടില്ല. മാത്രവുമല്ല, CPIM-ന്റെ മുതിർന്ന നേതാവ് തന്നെയാണല്ലോ MA ബേബി. അതാരും നിഷേധിക്കുന്നില്ലല്ലോ. MA ബേബി 2021 ഫെബ്രുവരി 9 കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് MA ബേബിയാണ് ഈ വിഷയത്തിൽ കൃത്യമായി സൗണ്ട് ബൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതൊരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. CPIM ഈ ശബരിമല വിധി മറികടക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്നുള്ള UDF-ന്റെ വാഗ്ദാനത്തിനോടുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, പുനഃപരിശോധനാ ഹർജികളിൽ വിശാല ഭരണഘടനാ ബെഞ്ചിൽ വാദം വരുന്ന സമയത്ത് ആവശ്യമെങ്കിൽ പുതിയ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. പുതിയ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാണ്. പറയട്ടെ സാറേ, വിശ്വാസികളുടെ സമ്മർദ്ദം കൊണ്ടല്ല, CPIM വിശ്വാസികളെ ഹർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതെന്ന് പറഞ്ഞ നിലപാട് വിശ്വാസികളെ എങ്ങനെയാണ് ഹർട്ട് ചെയ്യുക? സമയം വേണ്ട, 10 സെക്കൻഡ് മതി. വിശ്വാസികളെ ഹർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണോ വിശ്വാസികളെ ഹർട്ട് ചെയ്യുന്നത്? അതോ ഇരുമുടിക്കെട്ട് നിലത്തിട്ട് ചവിട്ടുന്നതാണോ വിശ്വാസികളെ ഹർട്ട് ചെയ്യുന്നത്? ഇരുമുടിക്കെട്ട് താഴേക്ക് ചവിട്ടുന്നതാണോ വിശ്വാസികളെ ഹർട്ട് ചെയ്യുന്നത്? ഏതാണ്? സുപ്രീം കോടതി പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണോ ഇരുമുടിക്കെട്ട് താഴേട്ട് ചവിട്ടുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടാണ്? ഒരു നിങ്ങളുടെ നയം, അതായത് BJP-യുടെ നയം എന്ന് പറയുന്നത് വർഗീയമായി വിഭജിക്കുന്നതാണ് നിങ്ങളുടെ നയം. BJP-യുടെ നയം എന്ന് പറയുന്നത് ആ വർഗീയമായി വിഭജിക്കുമ്പോഴെങ്കിലും ഏറ്റവും കുറഞ്ഞ സ്വന്തം വിശ്വാസത്തിനെ ഇങ്ങനെ ചവിട്ടി മെതിക്കാമോ? വിശ്വാസത്തെ ചവിട്ടി മെതിക്കാമോ? നാളക്കേടെ നിന്റെ പേരോ BJP എന്നല്ലേ നമുക്ക് അപ്പോൾ ഇപ്പോൾ പറയുന്നത്. CPIM-നാണ് നിലപാടില്ലാത്തത്, നിലപാട് മാറ്റി. നമ്മളിവിടെ സുവർണാവസരവും കണ്ടതാണ്. CPM നേരത്തെ എടുത്ത ഉറച്ച നിലപാടും പിന്നീടുള്ള മൗനവും അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏതായാലും ശബരിമല വനിതാ മതിൽ കാര്യമൊന്നും ഇപ്പോൾ ഇനി പറയില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അതാണ് പ്രായോഗികതയാണ് ഇവിടെയും കണ്ടത്. നിലപാട് പറയാൻ കഴിയാത്തവര് 2019-ലേക്ക് ഓടുകയാണ്. തരംഗം ആവർത്തിക്കുമ്പോൾ ആവർത്തിക്കില്ല എന്ന് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. Meet the editors in നാളെ. നമസ്കാരം. Good night. Good night. Meet the editors.